നമ്മള് നേരെ പോകുന്നത് റാഞ്ചിയിലേക്കാട്ടോ. നമ്മൾ ജംഷഡ്പൂരിൽ നിന്ന് നേരെ വിട്ടു. ഇന്നലെ രാത്രി പിന്നെ ഉറക്കം വന്നുകൊണ്ട് അവിടെ തന്നെ സൈഡാക്കി കിടന്നുറങ്ങി. ഇപ്പൊ റാഞ്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നാളെ റാഞ്ചിയിൽ സ്പെൻഡ് ചെയ്തിട്ട് 2 ദിവസം മതി റാഞ്ചിയിലെ പ്ലേസസ് കാണാൻ. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. കുറച്ച് വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കുറച്ച് അടിപൊളിയാണ്. എന്തായാലും അത് കണ്ടിട്ട് റാഞ്ചി വിടാനാണ് പ്ലാന്. ഇവിടെ ഒരു സൺ ടെമ്പിൾ കാണുന്നുണ്ട് കേട്ടോ. ഓൺ ദ വേ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ തോന്നുന്നു. വലിയൊരു സൺ ടെമ്പിൾ നമ്മൾ ഗുജറാത്തിൽ കണ്ട പോലത്തെ വലിയൊരു സൺ ടെമ്പിൾ അങ്ങനത്തെ ഒന്നല്ല. ബട്ട് സ്റ്റിൽ കൊണാർക്ക് സൺ ടെമ്പിൾ എന്നല്ല പറയുമ്പോൾ, സൺ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്ന അതാണ്. പക്ഷെ അത്ര വലിയ സൺ ടെമ്പിൾ ഒന്നല്ല, ചെറിയൊരു ടെമ്പിളാണ്. നോക്കട്ടെ, നമുക്ക് അടുത്താണെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. ഇല്ലെങ്കിൽ പോയിട്ട് റാഞ്ചിയിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, റാഞ്ചിയിലെ സ്ഥലങ്ങൾ കവർ ചെയ്യാന്ന് വെച്ചിട്ട് വെച്ച് വിട്ടതാണ്. ഇപ്പോൾ പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. നോക്കാം. തലയിലൊന്ന് കുളിച്ച് കേട്ടാ. കാരണം എന്തോ പോലെ തല കുളിക്കാൻ ഒരുമാതിരി എന്തോ പോലെ. അപ്പം എന്തായാലും ഇനി വിട്ടേക്കാം. അടുത്തത് ഓണത്തെ കാണാം കേട്ടോ. റാഞ്ചിയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടാ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, വിജയ് ഭാസ്കർ. അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഓൾറെഡി ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് പോയിട്ട് ആളെ ഒന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പരിപാടിയും കൂടി ഉണ്ട് റാഞ്ചിയിൽ. റാഞ്ചിയിൽ അതൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൻ്റെ പിന്നെ ബ്രദർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പക്ഷേ അധികം നിൽക്കുന്നില്ല. എന്തായാലും വീക്കെൻഡ് കൊണ്ട് റാഞ്ചി കണ്ട് തീർത്തിട്ട് വിടാനുള്ള പരിപാടിയിലാണ്. എന്തായാലും നോക്കാം. റോഡെല്ലാം ഒരു രക്ഷയില്ലാത്ത റോഡാണ്. എല്ലാ അടിപൊളി റോഡുകളാണ് കേട്ടോ. ഇതിലേ കൂടെ രാത്രി പോകുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് അറിഞ്ഞത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കുറേ ആൾക്കാരോട്. രാത്രി ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ പോക്കറ്റ് റോഡ് ഉള്ളിലേക്കൊക്കെ പോകുന്ന സമയത്ത് മാത്രമാണ് പിന്നെ ലോക്കൽസ് കുറച്ച് പ്രശ്നം എന്നാണ് പറഞ്ഞത്. ഹൈവേയിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. അത്യാവശ്യം പോലീസ് കാര്യങ്ങളൊക്കെ രാത്രി ഉണ്ടാവും, പാട്രോളിങ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. ിലേക്ക് പോട്ടാ. പോകുന്നതിൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി സൈഡാക്കിയതാ. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. ബോർഡ് വേണം കേട്ടോ. ബുണ്ടു റാഞ്ചി. നമ്മള് സൺ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാട്ടോ. ജസ്റ്റ് ഒന്ന് കേറിയിട്ട് വരാം. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഞങ്ങൾക്ക് വല്ല ഐഡിയ ഒന്നും ഇല്ല. എന്തായാലും പോയി നോക്കാം.
ഇതാണ് കേട്ടോ ഇവിടുത്തെ സൺ ടെമ്പിൾ. ഇത് ഗുണ്ടു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് നമ്മൾ പോകുന്നതിൻ്റെ ഓൺ ദ വേയിൽ നമ്മൾ കണ്ടൊരു സംഭവം കേട്ടോ. ഞാൻ ഗൂഗിൾ നോക്കിയാൽ എനിക്ക് തോന്നി മറ്റേ സൺ ടെമ്പിൾ പോലെ അല്ല എന്നുള്ളത്. കാരണം ഫോട്ടോസ് നോക്കിയാൽ ഏകദേശം മനസ്സിലാവില്ല. ബാക്കിയുള്ള സൺ ടെമ്പിൾസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ്. ഇവിടെ ടയർ കാര്യങ്ങളൊക്കെ കണ്ട വെറുതെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടാണുള്ളത്. ഐ മീൻ ഇതൊരു ചാരിയിട്ട് ഒരു രഥത്തിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിങ്ങനെ വെറുതെ വെച്ചതാ. നമ്മുടെ കൊണാർക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമല്ലേ. ഇതുണ്ട രഥത്തിൻ്റെ ഷേപ്പിന് വേണ്ടി ഇങ്ങനെ ടയർ വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു രസമുണ്ട് കാണാൻ. ഫുൾ കുതിരകളാണ്, 7 കുതിര. കുതിരകൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇത് നേരെ അവിടെയാണ് സൺറൈസ് ഉണ്ടാവാൻ തോന്നുന്നു. അങ്ങോട്ടാണ് സംഭവം ഉള്ളത്. സൂര്യനൊന്നും ഇല്ല ആക്ച്വലി. ഇവിടെ എല്ലാം ഫുള്ള് മൂടിക്കിടക്കുമെന്ന്, മഴ പെയ്യാൻ സംശയമുണ്ട്. കൊള്ളാല്ലേ. ഇവിടെ ഭയങ്കര ഈ ഭാഗത്ത് മെയിനായിട്ട് വെച്ചാൽ ഭയങ്കര ഭക്തിമാർഗം കുറച്ച് കൂടുതലാട്ടോ. എല്ലാവർക്കും ഭയങ്കര ഭക്തി, അങ്ങനെയുള്ള ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതായിട്ട് കൂട്ടിയാൽ മതി. ഇഷ്ടംപോലെ ടെമ്പിൾസ് ഉണ്ട് കാണാൻ. പിന്നെ ഇവിടെയുള്ള കുറേ വാട്ടർഫാൾസാണ്. വാട്ടർഫാൾസ് കുറേ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ കാടിൻ്റെ ഉള്ളിലൊക്കെയാണ്. അപ്പോൾ കുറേ ഒന്നും സേഫ് അല്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. റാഞ്ചി ഭാഗത്ത് കുറേ ഉണ്ട് കാണാൻ. അങ്ങനെ നമ്മളിതാ ടെമ്പിളെല്ലാം കണ്ടിറങ്ങി. ഇനി നേരെ വെച്ച് പിടിക്കാട്ടെ. ഇനി പോകുന്ന വഴിയിൽ വേറെ ഒന്നും കാണാനൊന്നുമില്ല. നമുക്ക് ഏറ്റവും വേഗം എന്ന് വെച്ചാൽ അവിടെ എത്തുന്നതാണ് നല്ലത് കേട്ടോ. റാഞ്ചി എത്തിയിട്ട് ബാക്കി അവിടെയുള്ള 1-2 പ്ലേസ് കവർ ചെയ്യും. ബാക്കിയുള്ള വാട്ടർഫാൾ കാര്യങ്ങളൊന്നും ഞാൻ പോകുന്നില്ല മെയിൻലി. കാരണം വെള്ളമൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഓൾറെഡി ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് നോക്കി. എല്ലായിടത്തും വെള്ളമൊന്നുമില്ല. പിന്നെ വാട്ടർഫാളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. വാട്ടർഫാളൊന്നും കണ്ട് വെറുതെ സമയം കളയണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അല്ലാത്ത കുറച്ച് ഏരിയാസൊക്കെ നമുക്ക് കണ്ടിട്ട് ബാക്കി പെട്ടെന്ന് വെസ്റ്റ് ബംഗാൾ പിടിക്കാം. കൊൽക്കത്ത കുറച്ച് കാണണമെന്നുണ്ട്. കൊൽക്കത്തയിൽ അത്യാവശ്യം കാണാനുള്ളതുകൊണ്ട് കൊൽക്കത്ത പിടിക്കാം കേട്ടോ. ഇതിവിടുത്തെ ഒരു മെയിൻ സർക്കിളാണ്. റാഞ്ചി നമുക്കിനി 18 കിലോമീറ്റർ പോകണ്ട കേട്ടോ. വെറും 18 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ റാഞ്ചിയിലേക്ക് എത്തുകയാണ്. ട്രാക്ടർ കൊണ്ട് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ട്രാക്ടർ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കണ്ട വണ്ടിയെല്ലാം കണ്ട വെള്ളം കുടിക്കൂല. അതാണ് അവസ്ഥ. ആ ഡോറെല്ലാം കെട്ടി വെച്ചിട്ടേ ഉള്ളത്. പക്ഷേ നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് ഭയങ്കര വൃത്തിയാട്ടോ. ഈ ബസ്സെല്ലാം നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കണ്ണൂർ കോഴിക്കോട് വണ്ടിയെല്ലാം എന്ത് നീറ്റ് വണ്ടിയാണ്. ഇങ്ങോട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ് പോലെ അത്ര നീറ്റ് ഉണ്ടാവില്ല. കുറച്ച് നീറ്റ്
ഉണ്ട് കേട്ടോ. ഇത് നല്ല നീറ്റ് വണ്ടിയാണ്. അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. വീടിന്ന് എത്ര പോലീസിന് പൈസ കൊടുക്കണമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക്. ഈ ഓട്ടോറിക്ഷക്കാരെന്താ കളിക്കുന്നത്? ഓട്ടോറിക്ഷക്കാർ ഏടെ പോയാലും ഏത് നാട്ടിൽ അങ്ങനെ നമ്മൾ റാഞ്ചി എത്തി കേട്ടോ. ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി. സംഭവം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വിജയ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അവൻ്റെ റൂമിലൊന്ന് ജസ്റ്റ് പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ട് അവൻ്റെ അടുത്ത് വല്ല ബൈക്കാങ്ങുണ്ടെങ്കിൽ അടുത്ത് കയറാം. കാരണം ക്ലൈമറ്റ് അടിപൊളിയാണ്, മഴയില്ല വെയിലും ഇല്ല, നല്ല ചില്ല് ക്ലൈമറ്റാണ്. ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് എടുത്തിട്ട് പെട്ടെന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വിടാന്നുള്ള പരിപാടിയിൽ നിൽക്കുന്നത്. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. എനിക്ക് ശനി ഞായറും കൊണ്ട് റാഞ്ചിയെല്ലാം തീർത്ത് ജാർഖണ്ഡ് തീർത്ത് വെസ്റ്റ് ബംഗാൾ കയറണം. അതാണ് എൻ്റെ പ്ലാൻ. വെസ്റ്റ് ബംഗാളിൽ ടൈം എടുത്തോടെ കുഴപ്പമില്ല. എനിക്കൊരു നല്ലൊരു ഹിൽ സ്റ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് എനിക്ക് ഒരാഴ്ച റെസ്റ്റ് എടുക്കണമെന്നുണ്ട്. കാരണം ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒഡീഷയിൽ നമ്മൾ കണ്ട സ്ഥലങ്ങളെല്ലാം പകുതിയും അപ്ലോഡ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്തൊന്ന് ക്ലിയർ ആക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണിയുണ്ട്. ഒരാഴ്ച എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാനൊരു നല്ലൊരു ഹിൽ സ്റ്റേഷൻ കിട്ടിയെങ്കിൽ അടിപൊളിയായിരുന്നു. നോക്കട്ടെ, എന്തായാലും നമുക്ക് വെസ്റ്റ് ബംഗാൾ കയറിയിട്ട് നോക്കാം. അങ്ങനെ വിജയിൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇവിടെ എത്തി പോയവിടെ എല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ പോയവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നു, പൂരി സബ്ജി, പിന്നെ എന്തൊക്കെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നു. അതൊക്കെ കഴിച്ച് കുറച്ച് സമയം നമ്മൾ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ നേരം കൂട്ടി കേട്ടോ. 2 മക്കളുണ്ടായിരുന്നു. കുറച്ച് സമയം അവരോട് വർത്താനൊക്കെ പറഞ്ഞ് അവരോട് കളിച്ച് അങ്ങനെ കുറച്ച് സമയമൊക്കെ കളഞ്ഞു കേട്ടോ. അവരുടെ പുതിയ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് സൈറ്റൊക്കെ പോയി വീടൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് അങ്ങനെ അന്ന് ഉച്ചവരെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകാമെന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടുത്തെ ബാക്കി യാത്രാ വിശേഷങ്ങളും അവിടുത്തെ സ്ഥലങ്ങളെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിപ്പം ജസ്റ്റ് അവൻ്റെ വീടാണ്, പുതിയ വീടാണ്. ഞങ്ങളിപ്പം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഒരുവിധം എല്ലാ നാട്ടിലും ഇതുപോലെ കുറേ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ നമ്മളെ യാത്രയിലുള്ള ആകെയുള്ളൊരു എന്താ പറയുക, നല്ല നമുക്ക് കിട്ടുന്ന കുറേ സൗഹൃദങ്ങളുണ്ട് കേട്ടോ. അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ റാഞ്ചിയിലെ ബാക്കി സ്ഥലങ്ങൾ കാണാൻ പോയ സ്ഥലങ്ങളെയും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.